ചാപ്റ്റർ 6 വർക്ക് എനർജി പവർ 2020 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ടു ബോഡീസ് ഓഫ് മാസസ് M1 ആൻഡ് M2 ഹാവ് സെയിം ലീനിയർ മൊമെൻറ്റം. ഇപ്പോൾ രണ്ട് ബോഡീസ് അതിൻ്റെ മാസ് M1 M2 ആണ്. അതിൻ്റെ എന്ത് സെയിം ആണ്? ലീനിയർ മൊമെൻറ്റം സെയിം ആണ്, അതായത് P സെയിം ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കുന്നു? നമുക്കറിയാം കൈനറ്റിക് എനർജിയും പിയും തമ്മിലുള്ള റിലേഷൻ അതാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു P²/2m. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സെയിം ആയിട്ടുള്ളത്? ലീനിയർ മൊമെൻറ്റം ആണ് സെയിം ആയിട്ടുള്ളത്. അപ്പോൾ പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു 1/m നമുക്ക് എഴുതാം. കാരണം P²/2 അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് KE പ്രൊപ്പോർഷണൽ ടു 1/m. ഇനി നമ്മൾ റേഷ്യോ കാണുകയാണ്. KE 1/KE2 എന്ന് പറഞ്ഞാൽ 1/m1/1/m2. M2 നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? M2/m1. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് ദി വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. ഓരോ കേസസ് പറയുകയാണ്. അതിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് നമ്മൾ പറയാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഏതാണ്? വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഒരു വെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരുകയാണ്. വെള്ളം കോരുന്ന സമയത്ത് അത് വർക്ക് എങ്ങനെയായിരിക്കും? നമുക്ക് വർക്ക് കാണാനുള്ള ഫോർമുല അറിയാം. F.S അല്ലെങ്കിൽ FS cos തീറ്റയാണ്. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സൈന് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ബക്കറ്റ് മുകളിലേക്കാണ് വലിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് മുകളിലേക്കാണ്, ബക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. അപ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പോൾ cos 0 ആണ് വരിക. നോക്കുക, അപ്പോൾ ഏത് വർക്കാണ് വരുന്നത്? പോസിറ്റീവ് വർക്കാണ് വരുന്നത്. ഇനി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി ഇൻ സ്ലൈഡിങ് ഡൗൺ ഇൻ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഫ്രിക്ഷൻ ഒരു ബോഡീനെ സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ തന്നെ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഏതാ വരുന്നത്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ആകുമ്പോൾ എന്താ? ഒപ്പോസിങ് ഫോഴ്സ് ആവുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ് എപ്പോഴും വരുന്നത്. ഇനി അടുത്ത കേസ് നോക്കുക. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് റഫ് ഇൻ ആൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബോഡീനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ആ ബോഡി മൂവ് ചെയ്യുന്നതും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്താ വരുന്നത്? പോസിറ്റീവ് ആണ്. അടുത്തത് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഇൻ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. അപ്പോൾ ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. നമ്മുടെ ഫ്രിക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, റെസിസ്റ്റീവ് ആണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതാ വരുന്നത്? നെഗറ്റീവ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ലൈറ്റ് ബോഡി ഹെവി ബോഡി ഉണ്ട്, അതിന് കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൂവ്മെൻറ്റ്? ഏതിനാണ് മൂവ്മെൻറ്റം ഗ്രേറ്റർ ആയിരിക്കുക? മൂവ്മെൻറ്റം എന്ന് പറഞ്ഞാൽ P. നമുക്കറിയാം കൈനറ്റിക് എനർജിയും പിയും തമ്മിലുള്ള റിലേഷൻ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചാണ്. KE = P²/2m. ഇവിടെ അപ്പോൾ P² നമുക്ക് എന്ത് കൊടുക്കാം? 2m × KE എന്ന് കൊടുക്കാം. ഇത് ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇവിടെ KE കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P² പ്രൊപ്പോർഷണൽ ടു m. അതായത് m കൂടുമ്പോൾ പിയുടെ വാല്യൂ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റതും അതുപോലെ കൂടുക ചെയ്യുക. അപ്പോൾ m കൂടുതലുള്ളതിന് എന്ത് കൂടുതലായിരിക്കും? P കൂടുതലായിരിക്കും. m കൂടുതലുള്ള ആർക്കായിരിക്കും? ഹെവി ബോഡിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെവി ബോഡി വിൽ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റം. അടുത്തത് റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ 2 പ്രോപ്പർട്ടീസ് ഇതാണ്. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്, അതുപോലെ തന്നെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഇത് രണ്ടെണ്ണം കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. അടുത്തത് പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ ഫോഴ്സിൻ്റെയും വെലോസിറ്റിൻ്റെയും ടേംസിൽ പവറിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെന്ന്. ആ വർക്ക് ബൈ ടൈമിൽ നിന്ന് നമ്മൾ മറ്റൊരു ഫോർമുലയും കൂടി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഫോർമുല? F/v അല്ലെങ്കിൽ F.v. ഇതാണ് ഫോഴ്സും വെലോസിറ്റിയും തമ്മിൽ പവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. F.v അല്ലെങ്കിൽ FV cos θ. നോക്കുക, an elevator carrying a maximum load of 1800 kg is moving with a constant speed 2 m/s. അപ്പോൾ ഒരു എലിവേറ്റർ, ഒരു ലിഫ്റ്റ്, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? 1800 kg. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ. ആ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അത് 4000 N ആണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്തിട്ട് വേണം ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ മോട്ടോർ ടു ദ എലിവേറ്റർ. അപ്പോൾ മിനിമം പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫോഴ്സ് കാണുന്നു. ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് ആണ്. ഇതിൻ്റെ വെയിറ്റ് m ആണ്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് mg
പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട് 4000. അപ്പോൾ നമുക്ക് എം ജി എന്ന് പറയുമ്പോൾ 1800 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 പ്ലസ് 4000. അപ്പോൾ നമുക്കിത് കിട്ടി 21,640 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സിൻ്റെ വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോഴ്സ് നമുക്ക് കിട്ടി 21,640 ഇൻറ്റു വെലോസിറ്റി ഇവിടെ തന്നിട്ട് എത്രയാണ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി 43,280 പവറാണ്. പവറിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം വാട്ടാണ്. എക്സ്പ്രസ് യുവർ എബവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. അപ്പോൾ ഈ വാട്ടിനെ നമ്മൾ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ പവറിനെ ഈ 746 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ 43,280 ഡിവൈഡഡ് ബൈ 746. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 58.01 ആണ്. അത്രയും HP ആണ് നമുക്ക് കിട്ടുന്നത്, ഹോഴ്സ് പവർ ആണ്. അടുത്തത് സെലക്ട് കറക്റ്റ് ആൾട്ടർനേറ്റീവ്. കറക്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. When a conservative force does positive work on a body, the potential energy of the body. കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, റിമെയിൻ അൺആൾട്ടേർഡ്. ദ ആൻസർ വരുന്ന ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് വർക്ക് ഡൺ ബൈ എ ബോഡി എഗൻസ്റ്റ് ഫ്രിക്ഷൻ ആൾവേസ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ഇറ്റ്സ് ഡാഷ്. അപ്പോൾ ഫ്രിക്ഷൻ മൂലം ചെയ്യപ്പെടുന്ന വർക്ക് അതിൻ്റെ എന്തിനെ കുറയ്ക്കുന്നു? 2 ചോയ്സ് വന്നിട്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ആൻസർ ഏതാണ്? കൈനറ്റിക് എനർജിയാണ് കുറയുന്നത്. നോക്കുക, എ കാർ ആൻഡ് ട്രക്ക് ഹാവ് സെയിം കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ഹെവി ബോഡി, ലൈറ്റർ ബോഡി, അതിൻ്റെ രണ്ടിൻ്റെ കൈനറ്റിക് എനർജി സെയിം ആണ്. ഇഫ് മാസ് ഓഫ് ദി ട്രക്ക് ഈസ് 100 ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കാർ. ട്രക്കിൻ്റെ മാസ് കാറിൻ്റെ മാസിനേക്കാൾ 100 ടൈംസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ട്രക്ക് ടു ദാറ്റ് ഓഫ് കാർ. ട്രക്കും കാറും തമ്മിലുള്ള വെലോസിറ്റിയുടെ റേഷ്യോ കാണണം. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോമിൽ നമുക്കറിയാം 12 mv². അപ്പോൾ ട്രക്കിൻ്റെ ആകുമ്പോൾ mt × vt² കൊടുക്കാം. അതുപോലെ തന്നെ കാറിൻ്റെ ആകുമ്പോൾ നമുക്കിവിടെ mc × vc². രണ്ടൊന്നും ഹാഫ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇതിനെ ട്രക്ക് ഡിവൈഡഡ് ബൈ കാറിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ vt²/vc² എന്ന് പറയുമ്പോൾ നമുക്കെന്ത് കിട്ടി? mc/mt. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് vt/vc ആണ് വേണ്ടത്. vt/vc എന്ന് പറഞ്ഞാൽ ഈ ടേമിൻ്റെ റൂട്ടാണ്. ആ റൂട്ട് കൊടുത്തു. നമുക്കറിയാം കാറിൻ്റെ 1 ആണെങ്കിൽ ട്രക്കിൻ്റെ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ 100 ടൈംസ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 1 തന്നെ. 100ൻ്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. നമ്മൾ ആൻസർ എന്ത് കിട്ടി? 1/10. അടുത്തത് റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. 0 ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ മൂലം ചെയ്യപ്പെടുന്ന വർക്ക് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഇനി അത് സ്റ്റാറ്റിക് ആണെങ്കിൽ, മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫ്രിക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്നുണ്ട്. അല്ലാത്ത കേസിലൊക്കെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ ബോഡി താഴത്തേക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് താഴത്തേക്കാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞാൽ എർത്ത് അട്രാക്ട് ചെയ്യുന്നതും താഴത്തേക്കാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ എന്താ വരുന്നത്? തീറ്റയുടെ വാല്യൂ 0 വരും. അപ്പോൾ നമുക്ക് ഏതാ വരുന്നത്? പോസിറ്റീവ് ആണ് വരും. വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഒരു ബോഡീനെ ലിഫ്റ്റ് ചെയ്യാണ്. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഏത് ഡിസ്പ്ലേസ്മെൻറ്റും അതെ, ഫോഴ്സും അതെ. അതുകൊണ്ട് നമുക്ക് ഏതാണ്? പോസിറ്റീവ് ആണ് വരുന്നത്. അടുത്തത് എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എനർജിയുടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് മോഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ മോഷൻ മൂലം ഉണ്ടാവുന്ന എനർജീനെ നമ്മൾ എന്ത് എനർജി എന്ന് വിളിക്കുന്നത്? കൈനറ്റിക് എനർജി. അടുത്തത് എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഒരു ബോഡി ഇനീഷ്യലി റെസ്റ്റ് ആണ്. അതിന് 5 കിലോഗ്രാം ഉണ്ട്. ഈ സബ്ജക്റ്റഡ് ടു ഹൊറിസോണ്ടൽ ഫോഴ്സ്. അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു 20 ന്യൂട്ടൺ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി അക്വേർഡ് ബൈ ദ ബോഡി അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിയുമ്പോൾ ബോഡിക്ക് എത്രയാണ് കൈനറ്റിക് എനർജി? അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് കാണുകയാണ്. F = ma ആണ് നമുക്കറിയാം. അതിൽ നിന്ന് A കാണുന്നു. A = നമുക്ക് എന്താണ്? F/m ആണ്.
അപ്പോൾ എഫ് ഇവിടെ തന്നിട്ടില്ലേ, ഫോഴ്സ് എത്രയാണ് 20 ആണ്. അതുപോലെ തന്നെ എം മാസ് തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ നമുക്ക് 20/5, അപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ വെലോസിറ്റി കാണണം അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്സ്. കാരണം കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് mv² ആണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുന്നു. ഏതാണത്? v = u + at. അതിൽ u നമ്മൾ പറഞ്ഞു ഇവിടെ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. എയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 × t. ടി എന്ന് പറഞ്ഞാൽ അവിടെ ടൈം തന്നിട്ടുണ്ട് എത്ര സെക്കൻഡാണ്? 10 സെക്കൻഡാണ്. അപ്പോൾ 4 × 10 നമുക്ക് എന്ത് കിട്ടി? 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി 40 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് എന്താ? കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി കാണാൻ ഹാഫ് mv² ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 5 ഇൻറ്റു വിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 40 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4000 കൈനറ്റിക് എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി കാണാൻ നമുക്ക് ഫോർമുല ഹാഫ് mv² ആണ്. അപ്പോൾ വി കാണണം. വി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഈ ഇക്വേഷനിൽ എ ഉണ്ട്. അപ്പോൾ എ കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, എ മാൻ കെയർഫുള്ളി brings down a glass sheet from a height 2 meter to the ground. Work done by him is. അപ്പോൾ ഒരാളൊരു ഗ്ലാസ് ഷീറ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരുന്നു? താഴത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അയാൾ നിങ്ങൾ നോക്കുക, ഫോഴ്സ് പ്രയോഗിക്കുന്നത് നേരെ മുകളിലേക്കാണ്. അയാൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത്. അയാൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? താഴത്തേക്കാണ്. ഡയറക്ഷൻ നേരെ എങ്ങോട്ട് വരുന്നുണ്ട്? താഴത്തേക്കാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ താഴത്തേക്കാണ്. അപ്പോൾ ഈ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഏതാണ് വരുന്നത്? നെഗറ്റീവാണ് വരിക. അടുത്തത്, ഷോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇറ്റ്സ് ഫ്രീ ഫോൾ അണ്ടർ ദ ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ഫ്രീ ഫോള് വരുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എനർജി കൺവേർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കണം. അതായത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ ഫ്രീലി ഫോളിങ് ബോഡിയാണ്. അപ്പോൾ അതിൽ ആ ഡെഫിനിഷൻ ഇതാണ് വരുന്നത്: എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അപ്പോൾ ഇവിടെ 3 പോയിന്റ്സ് നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഈ ഡെറിവേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം പോയിന്റ് എയിൽ നമ്മൾ കാണുന്നു കൈനറ്റിക് എനർജി 0 ആണ് വരിക. കാരണം വിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി mgh. അപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി mgh കിട്ടി. അറ്റ് ബിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ v² = u² + 2as കൊടുക്കുന്നു. യുവിൻ്റെ വാല്യൂ 0, 2as നമുക്കറിയാം 2gx ആണ്. അപ്പോൾ നമുക്ക് 2gx കിട്ടി. കൈനറ്റിക് എനർജി v² പകരം 2gx കൊടുത്തു. അപ്പോൾ നമുക്ക് mgx കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mg × h - ആണ്. അതായത് mgh - mgx. ടോട്ടൽ എനർജി കാണുന്നത് രണ്ടും കൂടി കൂട്ടുന്നു. അപ്പോൾ mgx + mgh - mgx. അപ്പോൾ നമുക്ക് കിട്ടുന്നത് mgh ആണ്. അറ്റ് സി ആവുന്ന സമയത്ത് നമുക്ക് v² = u² + 2as ആണ്. അവിടെ നമ്മൾ വീണ്ടും അതേ ഫോർമുല യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എസ്സിന് പകരം h കൊടുത്തു. അപ്പോൾ 2gh കിട്ടി. കൈനറ്റിക് എനർജി = ½ mv². v²ന് പകരം 2gh കൊടുക്കുമ്പോൾ mgh. പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ടോട്ടൽ എനർജി വീണ്ടും നമ്മൾ കൂട്ടുന്ന സമയത്ത് mgh നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ടോട്ടൽ എനർജി. അപ്പോൾ ഇത് ചില സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സമയം ബിയിലും സിയിലും മാത്രം ചോദിച്ചിട്ടുണ്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയും ചോദ്യം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത നോക്കുക, ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ദി ഗ്രൗണ്ട് ടു എ ഹൈറ്റ് h ആൻഡ് വർക്ക് ഈസ് മെഷേർഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ ഒരു ബോഡി ഉണ്ടാവുമ്പോഴുള്ള എനർജി ഏതാണ്? അതിൻ്റെ ഇക്വേഷൻ എഴുതാനും. അപ്പോൾ ഏത് എനർജി വരിക? പൊട്ടൻഷ്യൽ എനർജിയാണ് ഹൈറ്റിൽ ഉണ്ടാവുമ്പോൾ. അതിൻ്റെ ഫോർമുല ഏതാണ്? P = mgh. അടുത്ത ചോദ്യം നോക്കാം. എ മാൻ ഓഫ് മാസ് 60 കിലോഗ്രാം ക്യാരീസ് എ സ്റ്റോൺ ഓഫ് 20 കിലോഗ്രാം. അപ്പോൾ ആളുടെ വെയിറ്റ് 60 കിലോഗ്രാം ആണ്. അയാൾ ക്യാരി ചെയ്യുന്ന സ്റ്റോണിൻ്റെ വെയിറ്റ് 20 കിലോഗ്രാം ആണ്. ടു ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 50 മീറ്റർ. 50 മീറ്ററിലേക്ക് അയാൾ കൊണ്ടുപോവാണ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി സ്പെൻഡ് ബൈ ഹിം. അയാൾ പ്രയോഗിക്കുന്ന എനർജി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാണാനുള്ള ഫോർമുല mgh ആണ്. എം എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആണ് വരുന്നത്. ഏതാണ്? 60 + 20 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 50 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 39,200 എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്.
അടുത്ത നോക്കുക, ഫിഗർ ഷോസ് ദ ബോഡി ഓഫ് മാസ് എം പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് എച്ച്. ഹൈറ്റ് എച്ചിൽ ഒരു ബോഡി വെച്ചിരിക്കുന്നു. എ, ബി ആൻഡ് സി ആർ 3 points ഓൺ ദ ട്രജക്ടറി ഓഫ് ദി ബോഡി. 3 points തന്നിട്ടുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി അറ്റ് എ ഹൈറ്റ് എച്ച്. എച്ച് ഹൈറ്റിലാവുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഏതാണ് നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജിയാണ്. കാണാനുള്ള ഫോർമുല mgh ആണെന്ന് നമുക്കറിയാം. അടുത്ത നോക്കുക, എ ബോഡി ഓഫ് മാസ് 5 kilogram ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് കൈനറ്റിക് എനർജി 490 joule. അപ്പോൾ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി 490 joule ആണ്. അതിൻ്റെ മാസ് 5 kilogram ആണ്. വെർട്ടിക്കലി അപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, എറിയുന്നു. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ബിക്കംസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഒറിജിനൽ വാല്യൂവിന് നേർ പകുതി ആവുന്നത് ഏത് ഹൈറ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം, ഇസ് ഈക്വൽ ടു mgh. അപ്പോൾ ഇവിടെ h ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ബൈ mg ആണ്. കൈനറ്റിക് എനർജി എത്രയായിട്ടാണ് മാറുന്നു, പകുതിയായി മാറുന്നു. ഇവിടെ എനർജി എത്രയാണ് വരുന്നത്, 490 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 245 ആണ്. ഡിവൈഡഡ് ബൈ m 5 തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ നമ്മൾ 10 നമ്മൾ എടുക്കുന്നു. 9 എടുക്കാം നമ്മൾ, അല്ലെങ്കിൽ ഇവിടെ 10 ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. 9.8നെ നമുക്ക് വേണമെങ്കിൽ 10 ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ വാല്യൂ കിട്ടി 4.9 മീറ്റർ. അടുത്ത നോക്കൂ, സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഗീവ്സ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ F.S ആണ്. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, 0 ഓർ പോസിറ്റീവ്. നെഗറ്റീവോ പോസിറ്റീവോ 0 ആവാം. വർക്ക് ഡൺ ഇൻ സ്ലൈഡിങ് എ ലോഡ് ഈസ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അറിയാം എന്താണ്, നെഗറ്റീവ് ആണ് വർക്ക് ഡൺ വരുന്നത്.